ഹായ് ഹലോ, സോയാബീൻ വെച്ച് അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഇനി സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഒരു ബൗള് സോയാബീൻ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് അല്പനേരം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊരിക്കടല അത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ബൗള്. അതിലേക്ക് ഒരു ചെറിയ സബോള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായി അടിച്ചെടുക്കാം. അതിനുശേഷം സോയാബീൻ കഴുകി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം കളഞ്ഞ് എടുക്കാം. ഇനി അത് ആ പൊട്ടുകടല അരച്ച് വെച്ചതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടെ ഒന്ന് അടിച്ചെടുക്കാം സോയാബീൻ. ഇനി ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അടിച്ചെടുത്തത്. അങ്ങനെ അരച്ചെടുത്ത സോയാബീൻ മിക്സും ഫുള്ളായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച സബോള അല്പം ചേർത്ത് കൊടുക്കാം. അല്പം പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ കയ്യിൽ അല്പം എണ്ണ തടവി തയ്യാറാക്കിയ സോയാബീൻ്റെ മാവ് ഉരുട്ടിയെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ റൗണ്ടിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ടും റെഡിയാക്കിയിട്ടുണ്ട് സോയാബോൾ. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുകയാണ്. കട്ട്ലേറ്റൊക്കെ കഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഇത് തന്നെയാണ് ഇതിന് ടേസ്റ്റ്. മണവും ഒക്കെ അതേ സെയിം തന്നെയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഈവനിങ് ടൈമിൽ അടിപൊളിയാണ്. അങ്ങനെ ഫുള്ളായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും